ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടുചാല. പന്നിശല്യം മൂലം 500-ൽ പരം കമുകിൻ തൈകൾ നഷ്ടപ്പെട്ട പെരുവട്ടത്തെ ഊന്നുകല്ലാമറ്റത്തിൽ അഗസ്റ്റിന്റെ കൃഷിയിടം ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജുവും അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂരും സന്ദർശിച്ചു. ഈ കർഷകൻ വാനില കൃഷിക്ക് ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ്. മുൻപ് കൃഷിഭവന്റെ ഗ്രൂപ്പിലൂടെ സോളാർ ഫെൻസിങ്ങിന്റെ വാർത്ത കാണുകയും അതിന്റെ ഗുണം മനസ്സിലാക്കി 9 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 2.5 ലക്ഷം രൂപ മുടക്കി സോളാർ ഫെൻസിംഗ് നടപ്പിൽ വരുത്തുകയും ചെയ്തു. കമുക്, കശുമാവ്, ജാതി, ഏത്തവാഴ, ഏലം, തെങ്ങ് തുടങ്ങി നിരവധി വ്യത്യസ്ത ഇനം കൃഷികളാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത്. നല്ല രീതിയിൽ കൃഷിയെ സ്നേഹിക്കുന്ന ഈ കർഷകൻ എന്തുകൊണ്ടും ചെറുപുഴ പഞ്ചായത്തിന് തന്നെ അഭിമാനമാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം മാത്രം ലക്ഷ്യമിട്ടല്ല ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നത്. ജീവനോടെ പ്രവർത്തിക്കുന്ന ചെറുപുഴ കൃഷിഭവന്റെ പ്രവർത്തനത്തിൻ്റെ മേന്മ ഇദ്ദേഹം എടുത്തുകാട്ടുന്നു. കർഷകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷി ഓഫീസർമാരെ ഇദ്ദേഹം വാഴ്ത്തുകയാണ്. ഒന്നാം സ്ഥാനം നമുക്ക്, 2ാം സ്ഥാനം കർണാടകക്കാരനാണ്. റബ്ബർ മുറിച്ചു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര കാഴ്ച. ഇതൊരു തോട്ടമാണല്ലോ, ഇത് ഇന്ന് പിടിപ്പിച്ചത്. 5 ഏക്കർ 5 കിണ്ടിൽ അടി കിട്ടിയേ മരം മുറിച്ച് റബ്ബർ മുറിച്ച വെള്ളം തന്നെ കിട്ടിയ
അങ്ങനെ നല്ലതല്ലേ, ഒന്ന് കഴിയുമ്പോൾ തന്നെ അടുത്തതിന്റെ ഒരു വിളവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ മുകളിലോട്ട് ആ കമുക് കളഞ്ഞാലും ഞങ്ങൾക്ക് അത്രയും പക്ഷെ ഒരു അത് ഇത് തോന്നില്ല. എല്ലായിടത്തും success ഇതുപോലെ ആവുന്ന ഓരോ തോന്നുന്നില്ല. കമുക് ഇപ്പോഴും ചെരുവുള്ള ഉണ്ടോ? സ്ഥലത്ത്. ഇവിടെ എൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഇത് ഞാൻ ചെയ്തത്. പിന്നെ 2.5 ലക്ഷം രൂപ മുടക്ക് വന്നു, 9.5 ഏക്കർ സ്ഥലം. ഇപ്പോൾ ഇതിന് ചെയ്തതിന് ശേഷം പന്നി കയറുന്നില്ല. 1000 കവുങ്ങ് വെച്ചതാണ്, അതിൽ 520 എണ്ണം പോയി പന്നി കളഞ്ഞു. ഇത് ഈ സൈസ് കവുങ്ങാണ്. അങ്ങനെയാണ്. അതിന് ശേഷം പിന്നെ പോയിട്ടില്ല. ഒരു 15 ദിവസമായിട്ടുള്ള പണി തീർന്നിട്ട്. ശരിക്കും ഒരു 10-25 വർഷമായില്ലേ നിങ്ങൾ കൃഷിയിൽ അല്ലേ? 25 വർഷമായി. ഏകദേശം 9 ഏക്കർ അല്ലേ? 9.5 ഏക്കർ. 9.5 ഏക്കർ. ഇതിപ്പം മുതൽ മുടക്ക് ഏകദേശം എത്രയായി? 2.5 ലക്ഷം രൂപ. ഇതിനു മുമ്പ് നിങ്ങൾ ഒരു ദേശീയ തലത്തിലെ പുരസ്കാരം കിട്ടിയല്ലേ? അതെ. ഏത് കൃഷിക്ക് വേണ്ടി? വാനില കൃഷിക്ക് വേണ്ടി. ആ സമയത്ത് വാനില നല്ലോണം ആൾക്കാർ പ്രൊമോട്ട് ചെയ്തൊരു സംഭവമാണ്. പിന്നെ അത് കംപ്ലീറ്റ് താഴ്ന്നടിഞ്ഞു അല്ലേ? അതിനുശേഷം ഇതിപ്പോൾ ഈ 9.5 ഏക്കറിൽ പിന്നെ ഏറ്റവും കൂടുതൽ പന്നി നഷ്ടപ്പെടുത്തിയത് കവുങ്ങാണ്. 520 കവുങ്ങ് പോയി. അപ്പോൾ അതോടുകൂടിയാണ് ഇങ്ങനെ സോളാർ ഫെൻസിങ് അല്ലേ? അതെ. അപ്പോൾ വേറെ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ ആരാ സ്ഥാപിച്ചത്? ഇത് നീലഗിരിക്കാരാണ്, അവര് തമിഴ്നാട്. അവര് സ്ഥാപിച്ചു കൊടുക്കുന്ന ഏജൻസിയാണ്. ഇനി വാറണ്ടി തന്നിട്ടുണ്ടോ? വാറണ്ടി ഉണ്ട്, 3 വർഷത്തെ ബാറ്ററിക്ക് കിട്ടുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ കർഷകരോട് പറയുന്ന ഇതാണ്, പ്രത്യേകിച്ച് പിന്നെ നിങ്ങൾക്ക് ഇത് നിർദ്ദേശം തരാമെന്നല്ലാതെ ഇപ്പം നിലവിൽ ഇതിന് സബ്സിഡി സംവിധാനങ്ങളൊന്നുമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിലിപ്പോൾ പ്രധാനമായിട്ടുള്ള കൃഷി എന്നാണ്? ഇതിൽ ജാതിയുണ്ട്, കവുങ്ങ്, കശുമാവ്, തെങ്ങ് എല്ലാം ഉണ്ട്. പന്നിയുടെ ആക്രമണം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഏത് കവുങ്ങിനാണ്? കവുങ്ങ് കപ്പയും ചേമ്പ് ഒന്നും നടലില്ല, ഒന്നും ബാക്കി കിട്ടുന്നില്ല, ചേനയൊന്നുമില്ല. കവുങ്ങ് ചെറുതായിരിക്കും അല്ലേ? ഇത് ഈ കവുങ്ങ് 1.5 വർഷം. തെങ്ങെല്ലാം പ്രായമുള്ളതായിരിക്കും. തെങ്ങ് പ്രായമുള്ള. കൊക്കോ എല്ലാം വിളവെടുക്കുന്നതാണ്. ഇത് എല്ലാ നിവർത്തിയും കേട്ടായിരുന്നു. പിന്നെ ഈ ചെറുപുഴ കൃഷിഭവൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടി, അതനുസരിച്ച് അങ്ങ് പോയതാണ്. ഇപ്പം നമ്മളെ പഞ്ചായത്തിൽ പിന്നെ ഒരു 5-6 കർഷകർ ഈ പാത പിന്തുടരുന്നുണ്ട്. അതായത് സബ്സിഡി ഒന്നും ഇല്ലെങ്കിലും ചെറുപുഴയിലെ കർഷകരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി ഫുൾ ഉപേക്ഷിച്ച് ഇറങ്ങണം. അതെ, രക്ഷയില്ല. അല്ല, ഇവിടെയുള്ള കർഷകരുടെ പ്രത്യേകത അതാണ്. അവരെ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി ഒന്നും നോക്കാതെ തന്നെ എന്ത് മാർഗവും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വേറെ രക്ഷയില്ല, കൃഷിയെ മാത്രം ആശ്രയിക്കുന്നവരല്ലേ. ഇതിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിലോമീറ്ററോളം ഈ കുന്ന് താണ്ടിയിട്ടാണ് വന്നിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ശ്രമകരമാണ്. പെരുവട്ടത്തുള്ള അഗസ്റ്റിൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമുക്കറിയാം, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ഇപ്പം എല്ലായിടത്തും കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വന്യജീവികളുടെ ആക്രമണം എന്ന് പറയുന്നത്. അപ്പം ഇവിടത്തെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 1.5 വർഷം പ്രായമായിട്ടുള്ള ഏകദേശം 500-ലധികം കവുങ്ങുകളാണ് ചേട്ടൻ്റെത് നശിപ്പിക്കപ്പെട്ടത്. അപ്പം ആ സമയത്താണ് ചേട്ടൻ തന്നെ സ്വയം മുൻകൈ എടുത്തുകൊണ്ട് 9.5 ഏക്കർ സ്ഥലത്ത് ഒരു സോളാർ ഫെൻസിങ് നടത്തിയിട്ടുള്ളത്. അപ്പം അതിനുശേഷം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ശരിക്കും നല്ലൊരു തുടക്കമാണ്. അത് സ്വന്തമായി അങ്ങനെ ചെയ്തുകൊണ്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് മറ്റുള്ള കർഷകർക്കും കൂടി ഒരു പ്രചോദനമാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ശരിയായൊരു കർഷകനാണ്. മുന്നേ ദേശീയ തലത്തിലൊക്കെ വാനില കൃഷിക്ക് നല്ല അംഗീകാരങ്ങൾ നേടിയൊരു കർഷകനും കൂടിയാണ്. അപ്പം ഇത് നമ്മളിപ്പം ഈ കൃഷിയിടം 9 ഏക്കർ കൃഷിയിടം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം കൃഷിയിടം വളരെ നന്നായി, അതായത് കാട് കയറാത്ത രീതിയിൽ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്ന കൃഷിയിടമാണ്. അപ്പോൾ ഇവിടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പന്നിയുടെ ആക്രമണം തന്നെയാണ്.
അപ്പോൾ എന്ത് വില കൊടുത്തും ഈ കൃഷിയിടം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അഗസ്ത്യൻ ചേട്ടൻ. അപ്പോൾ ഒരു 3-4 മാസം മുമ്പ് തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർഷകർ ഈ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതെന്ന് മനസ്സിലാക്കി കൃഷിഭവനെ സമീപിച്ചിരുന്നു, എന്തെങ്കിലും സബ്സിഡി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളെ കൃഷി ഓഫീസർ ബ്ലോക്ക് തലത്തിൽ ഇവർ പങ്കെടുത്ത ചർച്ചയിൽ ഈ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മളെ കൃഷി വകുപ്പിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അഗസ്ത്യൻ ചേട്ടനോട് വിവരം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് തലത്തിലുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ഏതെല്ലാം മാർഗങ്ങളിൽ കൃഷി സംരക്ഷിക്കാൻ, പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ സാധിക്കുമോ അതിനാവശ്യമായൊരു നിർദ്ദേശമാണ് വെച്ചത്. അപ്പോൾ അത് അഗസ്ത്യൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നെ എന്ത് സബ്സിഡി ലഭിക്കും എന്നുള്ളത് നോക്കിയിട്ടല്ല കൃഷി ചെയ്തത്. തൽക്കാലം ഇപ്പോൾ ഏകദേശം 500ഓളം കവുങ്ങുകൾ നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 2.5 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഈ കൃഷിയിടം സംരക്ഷിക്കുന്നതാണെങ്കിൽ അതിനേക്കാൾ മൂല്യമുള്ള കാർഷിക വിളകൾ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പുറപ്പെട്ടത്. അപ്പോൾ പഞ്ചായത്ത് തലത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ കൃഷിഭവൻ തലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ, സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും അഗസ്ത്യൻ ചേട്ടന് കൊടുക്കുമെന്ന് ഇപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇത് പക്ഷെ നമുക്ക് ഇത്തരം കർഷകരെ, ഇത്രയും എഫേർട്ട് എടുക്കുന്ന കർഷകരെ കൈവിടാൻ സാധിക്കില്ല. മാത്രമല്ല യഥാർത്ഥത്തിൽ കൃഷി മാത്രമാണ് അവരുടെ ആശ്രയം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കയറി വന്നത്, ഇപ്പം ജീപ്പ് മാത്രമാണ് ഈ പെരുവട്ടം എന്ന് പറയുന്ന ഈ മലമുകളിൽ എത്തുന്നത്. നമ്മൾ കയറി വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പന്നിയുടെ ആക്രമണം അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൃഷി സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് മാനസികമായി എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിക്കുക, മാത്രമല്ല ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക, അതുമാത്രമാണ് നമ്മുടെ ഭാഗത്തുള്ളത്. എല്ലാ സ്ഥലത്തും ഈ വർഷം ചുറ്റി ചെറിയ അടക്കാണ്. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.